ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ പൊടിയായിട്ടൊന്ന് നീളന അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നാലും ഈ ഉരുളൻകിഴങ്ങിനുള്ള ഈ സ്ക്രാച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതൊരു വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഉരുളൻകിഴങ്ങിന് ഒരു പൊടി പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആ തരിതരിപ്പ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഉരുളൻകിഴങ്ങിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ വെള്ളത്തിൽ നിന്ന് നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വലിയൊരു ബൗളിലേക്ക് തന്നെ മാറ്റാം കേട്ടോ. നമുക്ക് നല്ലോണം തിരുമ്മി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള സ്പൈസസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഈ സ്നാക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ആട്ടപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് വീത്തി കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി ബജിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുമാതിരി മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ മസാലപ്പൊടികളും എല്ലാം ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 3 കപ്പ് ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ 2 കപ്പ് ക്യാരറ്റും ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഈ അളവുകളൊക്കെ പാകമാണ് കേട്ടോ. നനവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം എനിക്ക് 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചില നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് വെറുതെ പിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെന്ത് വരാനുണ്ടല്ലോ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ ചിലപ്പോൾ ഉൾഭാഗം വെന്ത് വരില്ല, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇല്ലാന്ന് വെച്ചെങ്കിൽ വേവാത്തൊരു ടേസ്റ്റി ആവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ വേവിക്കാണ്ടാണ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് വെന്ത് വരാനുണ്ട്. അങ്ങനെ 2 ഭാഗം മറിച്ചിട്ടിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതോട് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടത്. നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അതുപോലെ സ്കൂളിലേക്ക് സ്നാക്കൊക്കെ ആയിട്ട് കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ
ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ആർക്കെങ്കിലും വേണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂട്ട് മറക്കരുത്. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാനും കൂട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ട്രോളുന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കിഡിലെ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.